ഈ ബീച്ചിന്റെ പേര് പത്തോങ് ബീച്ച് എന്നാണ്. അപ്പം ഞാൻ രാവിലെ കാപ്പിയൊക്കെ കുടിച്ച് കുറച്ച് ഹോട്ടലിൽ നിന്ന് ഇങ്ങോട്ട് നടന്ന് ഏതാണ്ട് ഒരു 500 മീറ്റേഴ്സിനകത്തുണ്ട്. ഇന്നലെ ഞാൻ വന്ന് കാണിച്ചെന്നില്ലേ, അത്രയും ദൂരം തന്നെ നടന്ന് ഇങ്ങോട്ട് വന്ന് ബീച്ചിലേക്ക് എത്തി. ബീച്ച് ഒന്ന് കാണാമെന്ന് പറഞ്ഞു വന്നതാണ്. അതുപോലെ ഒന്ന് കുളിക്കാം. പിന്നെ ഇവിടെ പാരാഗ്ലൈഡിങ്, സ്കീ, ബോട്ടിങ്, അങ്ങനെ പല പല പരിപാടീസ് ഇവിടെ ഉണ്ട്. മസാജ് ചെയ്യാം, പിന്നെ സൺബാത്ത് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത്. എന്തായാലും കുളിക്കുക, പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഒന്ന്. ഞാനിവിടെ എത്തിയത് ഉടനെ തന്നെ ഉണ്ടാവും ഏജന്റുമാർ ഇങ്ങനെ വരുന്നുണ്ട്, നമ്മളെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി വരുന്നത്. 2 സൈഡിൽ നിന്ന് വരികയാണ്. പാരാഗ്ലൈഡിങ് 1 hour 3000 ഒക്കെയാണ് ചോദിക്കുന്നത്. പിന്നെ സ്കീക്ക് 3000. അതിപ്പോ ഒരാൾ എന്നെ അറ്റൻഡ് ചെയ്തതുകൊണ്ടാണ് മറ്റാളങ്ങ് പോയി. ബീച്ചില് തിരക്കുണ്ട് കേട്ടോ. രാവിലെ ഒരു 9:30-10 മണിയേ ആയിട്ടുള്ളൂ. കുറച്ച് തിരക്കുണ്ട്. വെയിലുള്ളത് കാരണം ആൾക്കാരൊക്കെ ഇങ്ങനെ സൺബാത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും ആൾക്കാർ വന്ന് നടപ്പുണ്ട്. ആവശ്യം പോലെ അംബ്രല്ലാസും പിന്നെ സൺബാത്തിന്റെ ചേഴ്സും ആവശ്യം പോലെ വെച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് ആവശ്യം പോലെ ആൾക്കാർ ഇങ്ങനെ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ നാട്ടിലെ പോലെ എന്താ പറയാ, പോലീസോ സെക്യൂരിറ്റിയോ അങ്ങനെ ഒന്നുമില്ല. ഞാനിപ്പോ ഇവിടെ 2 ദിവസമായി ഇവിടെ എത്തിയിട്ട്, പക്ഷെ ഒരു സെക്യൂരിറ്റിയോ പോലീസ് ഉദ്യോഗസ്ഥരെയോ ഞാൻ കണ്ടില്ല. ഒരു പോലീസ് വണ്ടി പോലും കണ്ടില്ല. നമ്മുടെ നാട്ടിലൊക്കെ കണ്ടില്ലേ, നമ്മള് ബീച്ചിലേക്ക് ഇറങ്ങി അങ്ങോട്ട് ഇറങ്ങാൻ പാടില്ല, ഇറങ്ങരുത്, കയറരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പോലീസുകാർ വന്ന് ആവശ്യത്തിനും അനാവശ്യത്തിനും ഇടപെടുന്നതാണ്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഇഷ്യൂവേ ഇല്ല. ഇവിടെ പോലീസിന്റെ ഒരു പ്രശ്നമേ ഇല്ല. അവര് ടൂറിസം ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ എല്ലാവരും ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും തന്നെയാണ്. ഇവിടെ പിന്നെ അതുപോലെ എന്താ പറയാ, നമ്മുടെ നാട്ടില് ഭിക്ഷക്കാര് ആ ഒരു പരിപാടിയില്ല. ഇപ്പൊ തൊലി വെളുത്ത ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഭിക്ഷക്കാർ വന്ന് 4 സൈഡിൽ നിന്ന് കൂടും. എന്തെല്ലാം പറഞ്ഞ് ആൾക്കാർ വന്ന് കൂടുന്നറിയാം. ഇപ്പൊ നമ്മളേതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോയാൽ അവിടെ ഒരു ടൂറിസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവരെ കണ്ട് നമ്മളെ നാട്ടിൽ കുട്ടികളും വലിയവരും ഒക്കെ പല രീതിയിലും അവരെ ചൂഷണം ചെയ്യുന്നതാണല്ലോ. ഇവിടെ അങ്ങനത്തെ ഒരു ചൂഷണം ഇല്ല. ഈ ഇടത് സൈഡിലൊക്കെ വെച്ചിരിക്കുന്ന ബൈക്ക് റെന്റിന് കൊടുക്കുന്നതാണ് കേട്ടോ. ഇതെല്ലാം റെന്റിന് കൊടുക്കുന്ന ബൈക്ക്, സ്കൂട്ടേഴ്സ് ആണ്. അതിനൊക്കെ റേറ്റ് 150, 200. അതിന്റെ CC അനുസരിച്ചാണ് ഇവിടെ ബൈക്ക് റെന്റിന് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ മരങ്ങളെല്ലാം ബീച്ച് സൈഡിൽ എത്ര നല്ല ഗ്രീനറി ആയിട്ട് നിൽക്കുന്നത്. നമ്മളെ നാട്ടിൽ മരങ്ങൾ ഈ ഉപ്പുകാറ്റടിച്ചിട്ട് ഫുള്ളായിട്ട് ഉണങ്ങി കരിഞ്ഞു പോവുക. തെങ്ങും മറ്റുള്ള മരങ്ങളൊക്കെ. നമ്മുടെ അവിടെ കടൽ തീരത്ത് പുല്ല് പോലും പിടിക്കില്ല. പുല്ലുണ്ടെങ്കിൽ തന്നെ അത് കരിഞ്ഞു. പിന്നെയാണ് മരങ്ങൾ. ഇവിടെ നോക്കിയ ബീച്ചുകളെല്ലാം നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ മദ്യപിക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇവിടെ പബ്ലിക്കായിട്ട് സ്മോക്ക് ചെയ്യാൻ പാടില്ല. ഈ സ്മോക്കിംഗ് ഏരിയയിൽ മാത്രമേ വന്നിരുന്ന് സ്മോക്ക് ചെയ്യാവൂ കേട്ടോ. നമുക്ക് മദ്യപിക്കാം, നോ പ്രോബ്ലം. മദ്യപിക്കാം, മസാജ് ചെയ്യാം, അങ്ങനെ ഒന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ സ്മോക്കിംഗ് പാടില്ല. അത് വളരെ കെയർ ആയിട്ട് ചെയ്യണം. ഇവിടെ നോക്കിയേ, ബീച്ചില് ലൈഫ് ഗാർഡോ അങ്ങനെ ഒന്നുമില്ല. ആൾക്കാരെ ആവശ്യം പോലെ കിടക്കുന്നുണ്ട് കേട്ടോ, സൺബാത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഈ സ്കീയോ പിന്നെ പാരാഗ്ലൈഡിംഗ് ഒക്കെ ചെയ്താൽ ഈ സൺബാത്തിനുള്ള നമ്പറിലേക്ക് ഫ്രീ ആണ്. അപ്പോഴാണ് ഞാൻ മറ്റ് സംഭവം കണ്ടത്. റോഡിൽ ഇങ്ങനെ അനൗൺസ്മെന്റ് പോവാണ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അനൗൺസ്മെന്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി എവിടെയോ റെസ്റ്റോറന്റിൽ വെച്ചിട്ട് ബോക്സിംഗ് ഉണ്ട് കേട്ടോ. ആ ബോക്സിംഗ് ചാമ്പ്യന്മാരുടെ ഫോട്ടോസാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. പെണ്ണും ഉണ്ട്. ഒരാൾ അതിന്റെ ഒരു സാമ്പിൾ എന്ന രീതിയിൽ വണ്ടിയുടെ മേളിൽ നിന്നിട്ട് ഇങ്ങനെ ബോക്സിംഗ് ആക്ഷൻ ഒക്കെ കാണിക്കുന്നുണ്ട്. കണ്ടോ, ആൾക്കാർ ആവശ്യം പോലെ ഈ സ്കൂട്ടർ റെന്റിന് എടുത്തിട്ട് ഇങ്ങനെ യാത്ര നടത്തുകയാണ്. അവിടെ ഇവിടെയൊക്കെ പോകാനേ. എന്താ പറയുമ്പോ ഇവിടെ അടുത്തടുത്ത് ഒത്തിരി ബീച്ചുണ്ട്. ഏതാണ്ട് 10-25 കിലോമീറ്ററിനുള്ളിൽ പല പേരിലുള്ള ബീച്ചുകളുണ്ട്. അവിടെയൊക്കെ നമുക്ക് പോകാം. നാളെ മുതൽ അങ്ങോട്ടാണ് യാത്രകൾ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇവിടെ ഫുക്കറ്റിൽ ഒരാഴ്ചയുണ്ട് കേട്ടോ. ഈ ഒരാഴ്ച കൊണ്ട് ഞാൻ മാക്സിമം കാണിക്കാവുന്നിടത്തോളം കാണിച്ചു തരാം നിങ്ങൾക്ക്. റോഡിന് അടുത്ത് തന്നെയാണ് ബീച്ച്. റോഡിൽ നിന്ന് ഒരു 100 മീറ്റേഴ്സ് പോലും ഇല്ല. ഈ ഇരിക്കുന്ന സ്കൂട്ടറുകളെല്ലാം റെന്റിന് കൊടുക്കാനുള്ളതാണ് കേട്ടോ. എല്ലാം റെന്റിനുള്ള സ്കൂട്ടറുകൾ. ബീച്ച് എന്ന് പറയുന്നത് റോഡിൽ നിന്ന് വെറും മെയിൻ റോഡാണ്. മെയിൻ റോഡിൽ നിന്ന് വെറും 100 മീറ്റേഴ്സ് പോലും ഇല്ല. നമ്മള് തായ്ലൻഡിൽ നിന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു വല്ലാത്ത ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ അത് ഇത് എല്ലാം പാമ്പിനെ തിന്നുന്നവര്, കോഴിയെ പച്ചക്ക് തിന്നുന്നവര്, അങ്ങനെയൊക്കെയല്ലേ കേട്ടോ. പക്ഷെ അതൊക്കെ ആണെങ്കിലും ഒരു ഭയങ്കര വൃത്തിയാണ് കേട്ടോ. നല്ല വൃത്തിയുണ്ട്. ബീച്ചും നാടും എല്ലാവരും ക്ലീൻ ആയിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു സ്ഥലത്തും കച്ചടകളൊന്നും ഇങ്ങനെ കാണാനില്ല. പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങും വേസ്റ്റ് ബിൻ കിട്ടാനില്ല കേട്ടോ.
അത് വളരെ സംഭവമാണ്. വേസ്റ്റ് ബിന്ന് വെച്ചിട്ടില്ല. അത് എവിടെയാണ് ഇവർ ഈ വേസ്റ്റ് ഇടുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മളൊരു വെള്ളം കുടിച്ചാൽ ആ കുപ്പിയും കൊണ്ട് ഇങ്ങനെ നടക്കണം. അത് വേസ്റ്റ് ബിന്ന് കാണുന്നില്ല. പക്ഷെ ക്ലീനാണ്. ഇവിടെ എല്ലാം ക്ലീനുമാണ്. ഇവിടെ എങ്ങും വേസ്റ്റ് ബിന്ന് കാണുന്നില്ല. ഈ ബൈക്കുകളെല്ലാം റെന്റിന് കൊടുക്കാൻ വെച്ചിരിക്കുന്നതാണ്. ഞാൻ ബീച്ചിലേക്ക് ഒന്ന് ഇറങ്ങി ഇവിടെയുള്ള ഐഡിയാസ് ഒക്കെ ഒന്ന് നോക്കാന്ന് വിചാരിച്ചിട്ട് ആദ്യം അപ്പുറത്തെ ബീച്ചിൽ നിന്ന് ഇങ്ങോട്ട് നടന്ന് ഇവിടേക്ക് വന്നിട്ടുണ്ട്. അതായത് തിരക്കില്ലാത്ത ഭാഗത്ത് വന്നിട്ട് കുളിക്കാന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇപ്പം ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെയും മറ്റേ ഏജന്റുമാർ ഇങ്ങനെ ചോദിച്ചു വരുന്നുണ്ട്. പാരാഗ്ലൈഡിങ്, ജെറ്റ് സ്കീ, ഇങ്ങനെയൊക്കെ ചോദിച്ചു വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഒന്ന് ഞാനും ജെറ്റ് സ്കീ ഒന്ന് എടുത്ത് നോക്കാന്ന് പറഞ്ഞു. അതിനുവേണ്ടി ഞാൻ ബീച്ചിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കാൻ ഇവിടെ കരയിൽ നിന്ന് അവിടുത്തെ സിറ്റുവേഷൻ ഇങ്ങനെ നോക്കാം. നോക്കിയതിന് ശേഷം ഒന്ന് ഇറങ്ങാം. നമ്മളെയും പ്രതീക്ഷിച്ച ഒരാൾ ഇങ്ങോട്ട് നടന്നു വരുന്നുണ്ട് കേട്ടോ. ഏജന്റ് ആണ്. അവരെ കൂടെ നമുക്കും അങ്ങോട്ട് പോകാം. അവിടുന്ന് ഒരാൾ ഇങ്ങനെ നടന്നു വരുന്നുണ്ടല്ലേ, അയാളിപ്പം എന്റെ അടുത്തേക്ക് വരാൻ വേണ്ടി ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട്. ഞാനും അങ്ങോട്ട് നടന്നു നോക്കാം. എന്തായാലും ഞാൻ സെറ്റാക്കിയ ആളിനെ. ഇയാള് അല്ല കേട്ടോ, വേറൊരു ആളാണ് ഏജന്റ്. അയാള് പിന്നെ ഇയാളെ ആക്കിയതാണ്. ഈ ജെസ്കി അത് ഓടിക്കുന്നത് ഇയാളാണ്. ഇതിപ്പം സുസുക്കിന്റെ 1800cc ആണ്. 1800cc ഒന്ന് മനസ്സിലാക്കി വെക്കെ. നമ്മളെ നാട്ടിലേക്കുള്ള ബൈക്ക് 100cc, 150cc അതാണ്. ഇതിപ്പോ 1800cc. ഇതിപ്പം ഇയാള് ഓടിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓടിക്കാം. അപ്പൊ പുള്ളി അതിന്റെ ട്രെയിനിങ് ഒന്ന് തന്നിട്ട് പുള്ളി നമ്മുടെ കോ ഡ്രൈവറായിട്ട് ബാക്കിൽ ഇങ്ങനെ ഇരിക്കും. എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് പോകാതിരിക്കാനാണ് നല്ലത്. എന്ന് പറഞ്ഞാൽ ഇത് സംഭവം നമ്മൾ ടേൺ ചെയ്യുമ്പോഴും കാണും മറിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. നമ്മൾ കടലിൽ മുങ്ങി താന്നു പോകും. അപ്പൊ പുള്ളി ഇങ്ങനെ കാണിച്ചു തരാണ്. ഇങ്ങനെ പുള്ളി ഇംഗ്ലീഷ് അറിയില്ല കേട്ടോ, അത് കാരണം ഇങ്ങനെ കാണിച്ചു തരാണ്. ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞു. ഈ കാണുന്നതാണ് ബനാന ബോട്ട് കേട്ടോ, ബനാന ബോട്ട്. അതിൽ കയറുമ്പോൾ സൂക്ഷിക്കണം. അതിൽ പിടിച്ചിരിക്കാനുള്ള ഒരു ഇതൊന്നുമില്ല. അത് കാരണം നല്ല സ്വിമ്മിങ് അറിയുന്നവർ മാത്രമേ അതിൽ കയറാവൂ. അത് ഇങ്ങനെ പറന്ന് പോവും ആ സാധനം, ഭയങ്കര സ്പീഡിലാണ് പോവാ. എന്തായാലും ഞാൻ ഓടിക്കാൻ തീരുമാനിച്ചു. പുള്ളി തള്ളി അങ്ങോട്ട് ഇറക്കിയിട്ടുണ്ട്. എന്റെ അടുത്ത് നടന്ന് അങ്ങോട്ട് വിളിക്കാൻ കയറിക്കോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും ഞാൻ കയറാൻ തീരുമാനിച്ചു. വീഡിയോ എടുക്കാൻ ഒരു വലിയ പ്രശ്നമുണ്ട്. എനിക്ക് ഡ്രൈവും ചെയ്ത് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ പുള്ളിയോട് ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് വീഡിയോ എടുക്കാൻ സഹായിക്കാം. പുള്ളി സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എന്റെ അടുത്ത് ഓടിക്കാൻ പറഞ്ഞു പുള്ളി. ഞാൻ നിങ്ങളത് നേരത്തെ പറഞ്ഞില്ലേ, പുള്ളിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിഞ്ഞൂടാ. അപ്പൊ ഞാനിങ്ങനെ ഓരോ വാക്കുകൾ പറഞ്ഞ് ആക്ഷൻ മാത്രം കാണിക്കാനുള്ള സെറ്റപ്പ് ഉള്ളു കേട്ടോ. വേറൊന്നും പുള്ളിയോട് സംസാരിക്കാൻ പറ്റില്ല. എന്തായാലും വളരെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. അടിപൊളി. അല്ലെങ്കിൽ ഞാൻ ഹെൽമെറ്റ് ഉപയോഗിച്ച് ക്യാമറ ഇത് ചെയ്യായിരുന്നു, അങ്ങനെ റെക്കോർഡ് ചെയ്യായിരുന്നു. ഞാനത് ക്ലിപ്പ് എടുത്തോണ്ട് പോകാൻ മറന്നുപോയി, ഹോട്ടലിൽ വെച്ച് പോയി. അത് സൂപ്പർ എക്സ്പീരിയൻസ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും അടിപൊളി. പൈസ കൊടുക്കുന്നതിനനുസരിച്ച് മുതലാകുന്നു. അപ്പൊ നമ്മള് കൂടുതൽ ഓടിക്കുന്നതോടാണ് ത്രില്ല് കൂടി വരും. അടിപൊളിയാണ്. കൂടുതൽ വീഡിയോകളുമായിട്ട് ഇനിയുള്ള അടുത്ത എപ്പിസോഡ് തായ്ലൻഡിന്റെ വീഡിയോകൾ ഇനിയും വരാനുണ്ട്. തായ്ലൻഡിൽ ഞങ്ങൾ ഒത്തിരി സ്ഥലത്ത് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ പോയിട്ട് നാളെ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഇതുവരെയും കാണാത്ത അടിപൊളി വീഡിയോസ്. അതിലെ ബോട്ടുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, പല രീതിയിലുള്ള. അതിലൊക്കെ ടൂറിസ്റ്റുകളും ഒക്കെയാണ് കേട്ടോ. ഇതൊരു എന്താ പറയാ, ഒരു വ്യവസായം തന്നെയാണ്. എന്തായാലും ഞാൻ കരയിലേക്ക് തിരിച്ചു വരാൻ തീരുമാനിച്ചു. കരയിലേക്ക് എത്തി.
അത് അവിടെയൊക്കെ വരുമ്പോൾ നല്ല കൺട്രോൾ ആയിട്ട് വരുന്നുണ്ട്. ഇത് സ്കൂട്ടർ ഓടിക്കും പോലെ തന്നെയാണ് സ്കൂട്ടർ, പക്ഷേ ഇത് കുറച്ചുകൂടി ഭയങ്കര പവറാണ്. ഇവിടത്തേക്ക് തിരിച്ചെത്തിയത് ഒരു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ കുറച്ചുകൂടെ എത്തിയപ്പോഴത്തേക്കും എന്തായാലും അടുത്ത വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങളുമായി കാണാം. അതുവരെയും ബൈ.